പാലക്കാട് റെയിൽവേ വിഭജനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. തീരുമാനം കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ ഇല്ലാതാക്കും എന്ന് കത്തിൽ. സംസ്ഥാന സർക്കാരുമായി ആലോചിക്കാത്തതിലെ അതൃപ്തിയും പ്രധാനമന്ത്രി അറിയിച്ചു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, രണ്ടാണ് തീരുമാനം. ഒന്ന്, ആ തീരുമാനം ഏകപക്ഷീയമായിട്ടാണ് വരുന്നത്. രണ്ടത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ്. ഈ രണ്ടു കാര്യങ്ങളും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു. മധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരുമായി ഒരു ആലോചനയും നടത്തിയില്ല എന്നതാണ് ഒരു പരാതിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തുകൊണ്ട് റെയിൽവേ മന്ത്രാലയം സംസ്ഥാന സർക്കാരുമായി ആലോചിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം സർക്കാരിന്റെ വികസനത്തെ, കേരളത്തിലെ റെയിൽവേ വികസനത്തെ കൃത്യമായി ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. കാരണം സംസ്ഥാനത്തിന്റെ ഒട്ടേറെ വലിയ പദ്ധതികൾ, പ്രതീക്ഷകളുണ്ട് റെയിൽവേ മേഖലയിലുള്ള വികസനങ്ങൾ. ആ വികസനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇത്തരം തീരുമാനം. ഇങ്ങനെ റെയിൽവേ ഡിവിഷൻ അത് വിഭജനം നടത്തുന്നത്. അതുകൊണ്ട് പുനഃപരിശോധിക്കണം എന്ന ആവശ്യം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ അയച്ച കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. സംസ്ഥാനത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ വലിയ പ്രതിഷേധം ഈ പാലക്കാട് ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. ഇന്ന് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പ്രതിഷേധം അതിരുവിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ ഏറ്റവും ഗൗരവത്തോടെ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ഒരു ഇടപെടലാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി റെയിൽവേ ബജറ്റുകളിൽ സംസ്ഥാനത്തിന് അവഗണന നേരിടുന്നു എന്ന പരാതിയുണ്ട്. പക്ഷേ ഈ തവണയെങ്കിലും ഒരു വലിയ വികസനം പ്രതീക്ഷിക്കുമ്പോൾ, വലിയ വികസന പദ്ധതികളടക്കം റെയിൽവേ മേഖലയിൽ ഉണ്ടാകുമ്പോൾ, അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഇത്തരമൊരു വിഭജനം. അത് തിരിച്ചടിയാകും സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിന് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.